ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എയർപോർട്ട് സീൻ എങ്ങനെ ലൈറ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, നമ്മളിപ്പോൾ ഈ സീൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ റെൻഡർ സൈക്കിളിലാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് ചെറിയൊരു ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു 240 ഫ്രെയിംസാണ് ഞാൻ സീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആനിമേഷൻ വരുന്നത്. ഓക്കെ, നമുക്കിതിലെങ്ങനെ ലൈറ്റിങ് ചെയ്ത് നല്ലൊരു സീനാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ സെറ്റിങ്സിൽ ഇത്രയും ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കളറ് ജസ്റ്റ് വൈറ്റാണ്, പിന്നെ അതിന് ടെക്സ്ചർ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഞാൻ ക്യാമറ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലാണ് ലൈറ്റും ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സീൻ വരുന്നത്. ക്യാമറ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്, 2 ക്യാമറ ഉണ്ട് ഇവിടെ. ഓക്കെ, അതിലൊരു ക്യാമറ വ്യൂ ആണ് ഇതിപ്പോൾ കാണുന്നത്, റൈറ്റ് സൈഡിലുള്ള വിൻഡോ. ഓക്കെ, ഇപ്പം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യൂബ് എന്ന് പറയുന്ന എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ക്യൂബിൻ്റെ ഉണ്ട്, അതായത് ഫ്രണ്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ഞാൻ 0, അതായത് ബ്ലാക്ക് ആക്കിയിട്ടിരിക്കുകയാണ്, 0 ആണ് വാല്യൂ. ഓക്കെ, പിന്നെ അതിൻ്റെ മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ളത് എമിഷനാണ് കൊടുത്തിട്ടുള്ളത്. എമിഷൻ ഒരു 2 വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട് വരുന്നത്, 2 വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് ഒരു ക്യൂബ് തന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യൂബാണ്. ഓക്കെ, അത് ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആണ്, സൈഡ് മാത്രമേ കട്ടുള്ളൂ. പക്ഷേ അതിന് കൊടുത്തിട്ടുള്ളത് ഞാൻ ഒരു ബ്ലാക്ക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. നത്തിങ് ആണ്, മെറ്റാലിക് ഒന്നല്ല, ജസ്റ്റ് ബ്ലാക്ക്, ഫുള്ള് ബ്ലാക്കിൽ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറിയൊരു ഡിഫറൻസ് കാണാം, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഞാൻ പിന്നെ ലൈറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ബാക്കിൽ നിന്ന് അടിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നിന്ന് ക്യാമറയിലേക്ക് ഫേസ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ പവർ 5000 ആണ്. അപ്പോൾ സീനിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് വലുതാണ്, അതിനനുസരിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സീനിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ കൂടിയും കുറഞ്ഞിരിക്കും, ഡിപ്പെൻഡാണ് സീനിനനുസരിച്ചിട്ട്. ഞാൻ ഫ്രണ്ടിലൊരു കട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡ്. അപ്പോൾ ഗ്രേ വന്നപ്പോൾ വേണ്ട, അതിൽ റിഫ്ലക്ഷൻ ഒരു ഗ്രേ ഔട്ട് എഡ്ജിലൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കറക്റ്റായിട്ട്. ഇത് ക്യാമറയിൽ കാണാത്ത രീതിയിൽ ഞാൻ ക്യാമറ വ്യൂവിൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നൊരു പ്ലെയിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വ്യൂവിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഞാൻ പാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഓണാക്കിയിടാം. ഇതാണ് ആ പ്ലെയിൻ വ്യൂ. ആ പ്ലെയിനിൽ സെയിം ഗ്രേ ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കണ്ട ഡാർക്ക് ഔട്ട് ചെറുതായിട്ടൊരു റിഫ്ലക്ഷൻ വന്നു. പാൻ ചെയ്ത് വെച്ചിരിക്കുക, അപ്പോൾ റൊട്ടേറ്റ് ആവുന്നതനുസരിച്ച് അതും റൊട്ടേറ്റ് ആവും. ഓക്കെ, സെയിം ഓപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്, രണ്ടിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സീൻ, ഇത്ര സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഞാൻ ആനിമേഷൻ ഷോർട്സ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ചെറിയ രീതിയിലാണ് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളത്, പക്ഷേ നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട് ഇപ്പോൾ ഡ്രൈവറിൻ്റെ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഔട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കത് ഈസിയായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ വാല്യൂ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.